നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിനെ ചൊല്ലി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധാനന്തരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും പ്രശ്നങ്ങൾ ഇനിയും പറഞ്ഞു തീർത്തിട്ടില്ല. ചൈന അല്ലെങ്കിലും എല്ലാ കാലത്തും ഇന്ത്യക്കൊരു തലവേദന തന്നെയാണ്. എങ്ങനെ ഒരു പഴുതുണ്ടാക്കി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാമെന്ന് ചിന്തിക്കുന്നവരാണ് ചൈന. പക്ഷേ അതിനുള്ള യാതൊരു പഴുതും ഇതുവരെയായിട്ടും ഇന്ത്യ കൊടുക്കുന്നില്ല. അത്രയ്ക്ക് പഴുതടച്ച സുരക്ഷയാണ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴിത് വീണ്ടും പ്രശ്നവുമായി ഇറങ്ങുകയാണ് ചൈന. വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ നിരവധി സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ നീക്കത്തെ ഇന്ത്യ ഇപ്പോൾ തള്ളിക്കളഞ്ഞ് രംഗത്ത് വരികയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനം എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്ന യാഥാർത്ഥ്യത്തെ ചൈനയുടെ ഇത്തരം ബുദ്ധിശൂന്യമായ നീക്കങ്ങളാൽ തടയാനാകില്ലെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പേര് മാറ്റിയതുകൊണ്ട് യാഥാർത്ഥ്യം മാറില്ലെന്നും ചൈനയുടെ പ്രവൃത്തി അസംബന്ധമാണെന്നും ഇന്ത്യ തിരിച്ചടിച്ചു. ചൈനയുടെ നീക്കം തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചൈന അവകാശവാദം ഉന്നയിക്കുന്ന അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ ചൈനീസ് പേരുകളുടെ പട്ടിക ബീജിംഗ് വീണ്ടും പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പേരിടാനുള്ള വ്യർത്ഥവും അസംബന്ധവുമായതുമായ ശ്രമങ്ങൾ ചൈന തുടരുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യമായ ഭാഗമാണെന്നും എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമെന്നും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യത്തെ നാമകരണം കൊണ്ട് മാറ്റാനാകില്ലെന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് ചൈന മാറ്റുന്നത് ഇതാദ്യമല്ല. 2024 30 പുതിയ സ്ഥലങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തി പട്ടിക പുറത്തിറക്കിയിരുന്നു. ആ സമയത്തും ഇന്ത്യ ശക്തമായി എതിർത്തു. സാങ്നാൻ എന്ന് അവർ പരാമർശിക്കുന്ന അരുണാചൽ പ്രദേശിന് മേലുള്ള തങ്ങളുടെ പ്രാദേശിക അവകാശവാദങ്ങൾ സ്ഥാപിക്കാൻ ചൈനീസ് സർക്കാർ ഭൂപടങ്ങളും പ്രസ്താവനകളും പുറപ്പെടുവിക്കുന്നതിനോടൊപ്പം ഇത്തരം തന്ത്രങ്ങളും പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് സ്വന്തം പേരുകൾ നൽകിയിട്ടുണ്ട്. ചൈനയുടെ ഭാഗമായ ടിബറ്റൻ പ്രവിശ്യയുടെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നാണ് അവരുടെ അവകാശവാദം. അരുണാചലിന്റെ ചില ഭാഗങ്ങൾ ടിബറ്റിന്റെ തെക്കൻ ഭാഗമാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. ഇന്ത്യയിലെ ഭരണാധികാരികളും മറ്റു നേതാക്കളും അരുണാചൽ പ്രദേശ് സന്ദർശിക്കുമ്പോൾ ചൈന പ്രതിഷേധം ഉന്നയിക്കാറുണ്ട്. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നടത്തിയ ശ്രമങ്ങൾ ഇതുവരെ കാര്യമായ പുരോഗതിയുമില്ല. ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നതിനിടയിൽ ചൈനീസ് അതിർത്തി പട്രോളിംഗ് പലപ്പോഴും നിയന്ത്രണ രേഖ മറികടക്കുന്നതും പതിവ് തന്നെയാണ്. അരുണാചൽ തന്നെയാണ് പ്രധാന തർക്ക വിഷയം. അരുണാചൽ പ്രദേശിനെ ദക്ഷിണ ടിബറ്റ് എന്നാണ് ചൈന വിളിക്കുന്നത്. ഈ ഭൂപ്രദേശം മുഴുവനായും തങ്ങളുടെ ഭാഗമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അരുണാചൽ പ്രദേശ്. എന്താണ് യഥാർത്ഥത്തിൽ അരുണാചൽ പ്രദേശ് പ്രശ്നം എന്നുള്ളത് പരിശോധിക്കാം. അല്ലെങ്കിൽ എന്തിനാണ് ഈ പ്രദേശത്തിന് മേൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്നത്? ലോകത്തിലെ ഏതൊരു ഭാഗം എടുത്താലും അവിടെയൊക്കെ തന്നെ അതിർത്തി തർക്കങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് അതിർത്തി തർക്കങ്ങളെ പോലെ ബ്രിട്ടീഷുകാർ നിശ്ചയിച്ച അതിർത്തി തന്നെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള തർക്കങ്ങളുടെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്. ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. 1913 ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായ ഷിംലയിൽ അതിർത്തി നിശ്ചയിക്കാൻ ചർച്ചകൾ അന്ന് ആരംഭിച്ചത്. അന്ന് ബ്രിട്ടീഷ്, ഇന്ത്യ, ടിബറ്റ്, ചൈന എന്നിവരുടെ പ്രതിനിധികളാണ് ഈ ചർച്ചകളിൽ പങ്കെടുത്തത്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ചൈനയ്ക്കും ടിബറ്റിനും ഇടയിലുള്ള ടിബറ്റിനും ബ്രിട്ടീഷ് ഇന്ത്യക്കും ഇടയിലുള്ള അതിർത്തി ബ്രിട്ടീഷ് പ്രതിനിധി സർ ഹെൻറി മക്മോൺ നിർണയിച്ചത്. എന്നാൽ ചൈനീസ് പ്രതിനിധി അവസാന ഘട്ടത്തിൽ ചർച്ചകളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ ഇതോടെ ഹെൻറി മക്മോൺ ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റും തമ്മിലുള്ള അതിർത്തി നിശ്ചയിക്കുകയും ടിബറ്റൻ പ്രതിനിധി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ടിബറ്റിനെയും ബ്രിട്ടീഷ് ഇന്ത്യയെയും വിഭജിക്കുന്ന രേഖ പിന്നീട് മക്മോഹൻ രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇന്നും അതിർത്തിയായി ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ളത്. എന്നാൽ ടിബറ്റ് എല്ലാ കാലത്തും തങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്നും അവർക്ക് സ്വന്തം നിലയിൽ മറ്റൊരു രാജ്യവുമായി ഉടമ്പടിയിലെത്താൻ അവകാശമില്ലെന്നാണ് ചൈന ആ കാലം മുതൽ ഈ നിമിഷം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. പിന്നീട് സിംല കരാർ ഒപ്പുവെച്ചെങ്കിലും 2 പതിറ്റാണ്ടിന് ശേഷവും മക്മോഹൻ ലൈൻ നടപ്പിലാക്കാൻ ബ്രിട്ടീഷ് അധികാരികൾ ഒന്നും ചെയ്തില്ല. 1951 ഒക്ടോബർ വരെ ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിട്ടിരുന്നുമില്ല. മാവോ സേതോങ് സ്ഥാപിച്ച പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഔദ്യോഗികമായി ടിബറ്റിനെ പിടിച്ചെടുത്തതോടെയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന അവസ്ഥ വന്നത്. 1959 ടിബറ്റിൽ ചൈനയുടെ നിയന്ത്രണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭമുണ്ടായി.
അറസ്റ്റ് ഭയന്ന് ടിബറ്റൻ നേതാവ് ദലൈലാമ അതിർത്തി കടന്ന് തവാങ്ങിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് ധർമ്മശാലയിൽ ടിബറ്റൻ പ്രവാസ സർക്കാരും സ്ഥാപിച്ചു. ഇതിനെ ചൊല്ലി ഇന്ത്യയുമായി ഉരസലിലായിരുന്നു ചൈന. എന്നാൽ പ്രശ്നങ്ങൾ വഷളായത് 1962-ലാണ്. ആ വർഷം ഒക്ടോബർ 20-ന് ചൈനീസ് സൈന്യം തവാങ്ങിലേക്ക് കടന്ന് അതിർത്തിയിൽ വേണ്ടത്ര സജ്ജരായ ഇന്ത്യൻ സൈനികരെ ആക്രമിക്കുകയായിരുന്നു. പിന്നാലെ ഏകപക്ഷീയമായ വെടിനിർത്തലും പ്രഖ്യാപിച്ചു. ഇതോടെ സൈന്യത്തെ മക്മോഹൻ രേഖയ്ക്ക് പിന്നിലേക്ക് മാറ്റി. തവാങ്ങിൽ നിന്നും ഇന്നത്തെ അരുണാചൽ പ്രദേശിൽ നിന്നും ചൈന സ്വമേധയെ പിൻവാങ്ങിയെങ്കിലും തന്ത്രപ്രധാനമായ അക്സായി ചിൻ അവരുടെ നിയന്ത്രണത്തിലാക്കി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം മാത്രമല്ല, രാഷ്ട്രീയവും ഭൂമിശാസ്ത്രപരവുമായ ഒട്ടനവധി ഘടകങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് അരുണാചൽ. ചൈന, ഭൂട്ടാൻ, മ്യാൻമർ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ അറ്റത്ത് തന്ത്രപ്രധാന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യത്തിന് ശേഷവും നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടോയർ ഏജൻസിയുടെ ഭാഗമായിരുന്നു അരുണാചൽ പ്രദേശ്. 1972 ജാനുവരി 20-ന് ഷില്ലോങ് ആസ്ഥാനമായി അരുണാചൽ കേന്ദ്രഭരണ പ്രദേശമായി. 2 വർഷത്തിനു ശേഷം തലസ്ഥാനം ഇറ്റാനഗറിലേക്ക് മാറ്റി. 1987 ഫെബ്രുവരി 20-ന് അരുണാചലിന് സംസ്ഥാന പദവി ലഭിച്ചു. തന്ത്രപ്രധാനമായ സ്ഥാനത്തിന് പുറമെ വനങ്ങൾ, ധാതുക്കൾ, ജലവൈദ്യുത പദ്ധതിക്ക് സാധ്യത ഉൾപ്പെടെ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് അരുണാചൽ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും ഈ പ്രദേശത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ വലിയ പ്രാധാന്യമാണുള്ളത്. വിവിധ ഗോത്രങ്ങളുടെ ജന്മഭൂമിയാണ് ഈ പ്രദേശം. ചൈനയുടെ ഭാഗത്തുനിന്ന് 1962-ലേതുപോലെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള തന്ത്രപ്രധാനമായ സ്ഥലം കൂടിയാണിത്. ചൈന ഉയർത്തുന്ന സാധ്യമായ ഏത് ആക്രമണത്തെയും തടയാൻ വിവിധ തലത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കാനുള്ള മികച്ച സ്ഥലമാണിത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ അനുകൂല സാഹചര്യങ്ങൾക്ക് ഇന്ത്യക്ക് നിഷേധിക്കുന്നതിനും അരുണാചലിന് മേലുള്ള അവകാശവാദങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. വാസ്തവത്തിൽ അരുണാചൽ പ്രദേശിന് മേലുള്ള ചൈനയുടെ അവകാശവാദങ്ങൾ ഇന്ത്യക്ക് മാത്രമല്ല ഭൂട്ടാനും സുരക്ഷാ ഭീഷണിയാണ്. ചൈനയുടെ പദ്ധതികളെ പരാജയപ്പെടുത്താൻ അതിർത്തിയിൽ ഇന്ത്യ റോഡ്, റെയിൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സൈനിക സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ 4 വിമാനത്താവളങ്ങളുണ്ട്. മക്മോഹൻ ലൈന് സമീപം നിരവധി ഹെലിപാഡുകളുമുണ്ട്. ഇവയെല്ലാം ചൈനീസ് ഭീഷണി മുന്നിൽ കണ്ട് ഒരുക്കിയതാണ്. ഏതായാലും ഈ തർക്കത്തിന് ഇനി അടുത്ത കാലത്തൊന്നും പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. ഏതായാലും ചൈനയുടെ എല്ലാ നീക്കങ്ങളെയും ഇന്ത്യ തടയുന്നുമുണ്ട്.